വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇനിയും കുറച്ചുപേരൊക്കെ വരുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വളരെ കുഴപ്പം പിടിച്ചൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം സജസ്റ്റ് ചെയ്തത് ജോൺ സാറാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നല്ല വിഷയമാണെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ ഇച്ചിരി കുഴപ്പം പിടിച്ച സംഭവം അത് മനസ്സിലായത്. ഇതാണ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹാപ്പിനെസ്. അങ്ങനല്ലേ സാറേ? ഈ സന്തുഷ്ടിയുടെ മനഃശാസ്ത്രം അല്ലേ എന്നൊക്കെ പറയാം. സന്തുഷ്ടിയുടെ മനഃശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേൾഡ്ലി അഫെയർ അല്ല, ലോകത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല, വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ നിങ്ങളെപ്പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത് ഒരു അച്ഛനൊക്കെയാണ് ഫിലോസഫിയും തിയോളജിയും ഒക്കെ പഠിച്ചാണ്, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ, ഞാനൊരു വളരെ ക്യൂരിയസ് ലേണറാണ്. ചെറിയൊരു ടോക്കാണെങ്കിലും അതുപോലെ ചെറിയൊരു സംഭാഷണം ആണെങ്കിൽ പോലും ഞാൻ ഈ അച്ഛൻ്റെ കയ്യിൽ ബുക്ക് ഇരിക്കുന്നത് പോലെ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. അതൊരു വലിയ ബുക്കല്ല, കുഞ്ഞു ബുക്കാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കരുതുന്ന ബുക്കാണ്. ഒരു പഴഞ്ചാനായി പോക്കറ്റിൽ കിടന്നു കിടന്നു. അതുകൊണ്ട് ഇതിനകത്ത് 1000 ടോക്കുണ്ട്, ഞാൻ കേൾക്കുന്ന ടോക്കുകൾ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് പലയിടത്തു നിന്നും. പിന്നെ രസകരമായി എനിക്ക് തോന്നിയ ഒരു ചില ഈ സന്തോഷത്തെക്കുറിച്ചുള്ള ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള ഹാപ്പിനെസ് എന്ന് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന് മലയാളത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം പരിഭാഷകളുണ്ടെന്ന് അറിയാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ നോക്കിയോ, ഹാപ്പിനെസ് എന്ന് പറയുന്നതിന് ഇഷ്ടം പോലെ പരിഭാഷകളുണ്ട്. പ്ലഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലഷർ സന്തോഷ അല്ലേ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതും സന്തോഷമാണ്. ബ്ലിസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് സന്തോഷമാണ്. പിന്നെ എന്താ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, അതൊരു ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊന്നുണ്ട്. മലയാളത്തിൽ എല്ലാം കൂടെ പറയുമ്പോൾ സന്തോഷം നമ്മൾ പറയും അല്ലേ, ആനന്ദം, പരമാനന്ദം എന്നൊക്കെ പറയും. ഈ പ്ലഷറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്ലഷറിന്റെ പുറകെ പോകുന്നവരാ. ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടൊരു കാര്യം. നമുക്ക് സന്തോഷമില്ലാത്ത, ഇപ്പൊ നേരത്തെ ഇവിടെ എന്താ പറയുന്നത്, ഡോപ്പമിന്റെയും സെറോട്ടോണിന്റെയും കാര്യം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ. ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പെട്ടെന്നുണ്ടാകുന്ന സന്തോഷത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഈ ഹാപ്പി ഹോർമോണാണ്. റിവാർഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞ പേരുണ്ട്, റിവാർഡ് ഹോർമോൺസിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് അത് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. കള്ളു കുടിക്കുന്ന ഒരാളിന് കള്ളു കുടിച്ചിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് കുറഞ്ഞാൽ ബ്രെയിനാണ് തല്ലിക്കൊല്ലും. ബ്രെയിൻ പറയുന്നത് ഈ പെട്ടെന്ന് പോയി 2 അടിയിടാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഇത് കുറഞ്ഞു, ഹാപ്പിനെസ് കുറഞ്ഞു. അതാണ് റിവാർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ റിവാർഡ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം, അതിനെപ്പോഴും ബ്രെയിനിനെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കണം. അത് പ്ലഷറാണ് നമുക്ക് കിട്ടുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന പ്ലഷറാണ്. മനുഷ്യൻ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്നത് പ്ലഷറാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ കിട്ടുന്നത് പ്ലഷറാണ്. അത് അരമണിക്കൂർ നമുക്ക് തീരും ആ പ്ലഷർ. അതങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എങ്ങനെ ആത്യന്തികമായിട്ടുള്ള ആനന്ദം നമ്മുടെ മനസ്സിൽ കിട്ടും. ഇത് കുറേ തത്വജ്ഞാനികളും കുറേ സ്പിരിച്വൽ ലീഡേഴ്സും അല്ലെങ്കിൽ തിങ്കേഴ്സും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ടു പ്രാക്ടീസ് ഇറ്റ്, നമ്മൾ അങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്ത് വേണം ഈ ആനന്ദം കണ്ടെത്താൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ആൻഡ് വി ഹാവ് ടു റിഫ്രൈൻ ഫ്രം സർട്ടൻ തിങ്സ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ മാറി നിൽക്കേണ്ടി വരും. ഒരിടത്തൊരു പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മുടെ കഥയെല്ലാം അങ്ങനെ തുടങ്ങുന്നതല്ലേ. ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പോലെ ആ ലെവലിൽ എന്തും ചെയ്യാം, എന്തും കിട്ടും, ഇത്ര വേണേ പണം, 10 കാറ് വരട്ടെ എന്ന് പറഞ്ഞാൽ 10 കാറ്, 100 കുതിരയെ കൂട്ടിയ രഥം വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്. പക്ഷെ രാജാവിന് ഭയങ്കര സങ്കടം. രാജാവിന് എന്തൊക്കെ കഴിച്ചിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല. പാൽപ്പായസം, ഞങ്ങളുടെ അവിടെയാണെങ്കിൽ അമ്പലപ്പുഴ, എൻ്റെ നാട് അമ്പലപ്പുഴ പാൽപ്പായസം നിവേദ്യം കഴിഞ്ഞിട്ട് അതും കൊടുക്കും രാജാവിന്. അത് കഴിഞ്ഞിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു മൂഡ് സ്വിങ്, ഒരു ബുദ്ധിമുട്ട്. മന്ത്രി വിളിച്ചോളൂ, മന്ത്രി ഒരു രക്ഷയില്ല, ഞാൻ ഈ രാജാവ് എന്നൊക്കെയാന്ന് പറഞ്ഞത്, പക്ഷെ എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല, ഒരു സന്തോഷമില്ല. മന്ത്രി പറഞ്ഞ അകത്ത് നമ്മൾ 99ന്റെ കളി എന്ന് കളിച്ചപ്പോൾ ചോദിച്ചു, രാജാവ് 99ന്റെ കളി ഇതെന്ത് കളി? അതൊരു സിമ്പിൾ കാര്യമില്ലേ, രാജാവിന് ഇപ്പൊ കാര്യം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു.
രാജാവ് ഇവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചിട്ട്, ഇവിടെ ഒത്തിരി പേര് മനസ്സമാധാനമായിട്ട് രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ കണ്ടത്തിൽ പോകും, റബ്ബർ വെട്ടാൻ പോകും, അല്ലെങ്കിൽ അവർ പണിക്ക് പോകും, പാടത്ത് പണിക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടെണ്ണം അടിച്ച് ഫുഡും കഴിച്ച് കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് വീണ്ടും പണിക്ക് പോകും. അവനൊരു കുഴപ്പമില്ല, അവന് യാതൊരുവിധ പ്രശ്നമില്ല, ടെൻഷനില്ല, ആങ്സൈറ്റിയില്ല, ഒരു പ്രശ്നമില്ല. രാജാവിന് ഇതെല്ലാം ഉണ്ടായിട്ടും ഭയങ്കര ടെൻഷൻ. രാജാവിന് എന്താ ആരെവിടെ എന്ന് ചോദിച്ചാൽ സാധനം വരും ഇവിടെ, അല്ലേ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വരും. ഇന്നൊരു രാജാവിന് ടെൻഷൻ. അപ്പൊ മന്ത്രി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇപ്പൊ ശരിയാകത്തില്ല. ഇത് നമ്മൾ ഇങ്ങനെ ഈ വേൾഡ്ലി ആയിട്ട് നോക്കിയാൽ ശരിയാവത്തില്ല, ഇത് ഫിലോസഫിക്കലായിട്ട് ട്രീറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് മന്ത്രിക്ക് മനസ്സിലായി. മന്ത്രി പറഞ്ഞു ഇതുപോലെ മനസ്സമാധാനമായിട്ട് കിടക്കുന്ന ഒരുത്തിനെ വിളിക്കാൻ പറഞ്ഞു. രാമൻകുട്ടിയെ വിളിച്ചോണ്ട് ഒരു രാമൻകുട്ടി ചെന്ന് രാജാവ് വിളിക്കുന്നു പറയുമ്പോൾ തന്നെ അവൻ മേടിച്ചു പോയി. തലവെട്ടാനാണോ ഇനി എന്തിനാണെന്ന് അറിയത്തില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, സംതൃപ്തനാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്കിതാ ഒരു പണക്കിഴി, എന്തിനാ? എനിക്ക് വേണ്ട, പറഞ്ഞു പിടിച്ചേ പറ്റൂ, നിനക്ക് പണക്കിഴി, നീ ഈ രാജ്യത്തെ ഏറ്റവും നല്ല പൗരൻ എന്നുള്ള നിലയ്ക്ക് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പൊന്നും നടന്നില്ലല്ലോ. അതൊക്കെ ഞാൻ തെരഞ്ഞെടുപ്പ് കാണിച്ചു, എനിക്ക് സീക്രട്ട് ഏജൻസിക്ക് ഉണ്ട്, ഞാൻ അതിനെ വിട്ട് ഈ രാജ്യത്തെ ഏറ്റവും നല്ല പണിക്കാരനും സന്തുഷ്ടനായിട്ട് ജീവിക്കുന്ന ആളെയൊക്കെ കണ്ടെത്തി രാമൻകുട്ടി, അതുകൊണ്ട് താങ്കൾ കൊണ്ടുവയ്ക്കുള്ളൂ, 100 പൊൻപണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങിയോ, അതിന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ചെന്നിട്ട് മനസ്സമാധാനമുണ്ടോ, തുറന്നു എണ്ണി, കുത്തിയിരുന്നുണ്ട്, 99 ഉള്ളൂ. പിന്നെ എണ്ണി 99 ഉള്ളൂ. ഭാര്യയെ വിളിച്ചു, ഇത് 99 ഉള്ളൂ, നിങ്ങളെന്തിനാ കിടന്ന് എണ്ണുന്നത്, 99 ഇല്ലേ? അത് രാജാവ് പറഞ്ഞ് 100 ആണ്, അത് ഉറങ്ങല്ലേ കാണാമല്ലോ, അത് 100 കാണുമല്ലോ, ഇത് 100 എന്ന് പറഞ്ഞ് 100 കണ്ടേ. അവന്റെ മനസ്സമാധാനം പോയി. അവൻ കിടന്ന് ഉറങ്ങിട്ട് ഉറക്കവും ഇല്ല, അവന് പിറ്റേ ദിവസം പണിക്കും പോയില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് കൊട്ടാരത്തിൽ ചെന്നു. രാജാവിന്റെ തൊഴിലാളി മറ്റേ പരിപാടി അടിക്കുന്നു കേട്ടോ, 100 എന്ന് പറഞ്ഞത് 99 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മന്ത്രി ഇപ്പുറത്തുനിന്ന് ചിരിച്ചു. മന്ത്രി പറഞ്ഞു, എന്റെ പൊന്നു രാജാവെ കണ്ടോ, ഇവൻ ഇന്നലെ അവരെ മനസ്സമാധാനമായിട്ട് പണിക്ക് പോയിക്കൊണ്ടിരുന്നില്ല, അവൻ ഇന്നലെ കൊടുത്ത ഈ ഒരു സ്വർണ്ണനാണയം തപ്പി അവൻ ഇന്നലെ രാത്രി കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു, അവൻ പണിക്ക് പോകുന്നില്ല, അവൻ തെറ്റിദ്ധരിച്ച് നടക്കാം. ഇതാണ് പ്രശ്നം. ആ പോയ ഒരു സ്വർണ്ണനാണയം ഇവിടെ നിന്ന് കാണാം, വെറുതെ കിട്ടിയ 99 എണ്ണം നമുക്ക് കാണാനേ പറ്റുന്നില്ല. ദിസ് ഈസ് ദ പ്രശ്നം. ഇതാണ് നമ്മൾ വേൾഡ്ലി ആയിട്ട് നമ്മളുടെ സന്തോഷം തപ്പിപ്പോയാറുള്ള കുഴപ്പം. ഇത് സമാനമായ ഒരു കുഞ്ഞു കഥ വേറെ പറയാം. ഹോസൂട്ടി കന്നഡ തന്നെ. സമാനമായ മറ്റൊരു കഥ പറയാം. ഒരു 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, ഓരോരുത്തർ, മോനെ നീ എഴുന്നേറ്റെ, ഐസക്കെ നിനക്ക് എന്താവണം? എനിക്ക് എഞ്ചിനീയർ ആവണം ഭാവിയിൽ. ഓക്കെ, വെരി ഗുഡ്, ഇനി നീ എഞ്ചിനീയർ ആവും, നീ നല്ലൊരു മിടുക്കനാണ്, നിനക്ക് ലൈക്കൊക്കെ ഉണ്ട്. അടുത്ത കുട്ടിയോട് ചോദിച്ചു, സാം എന്താവണം? ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറാണാവുന്നത്, എനിക്ക് ഇപ്പം തന്നെ ഞാൻ മൃഗങ്ങളെയൊക്കെ കീറി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, നീ ഇപ്പം നല്ല ഡോക്ടറാവും, വിൽ ബിക്കം ഗുഡ് ഡോക്ടർ. അടുത്തവരോട് ചോദിച്ചു, ഡേവിഡ് നിനക്ക് എന്താവണം? എനിക്ക് സന്തുഷ്ടനായൊരു മനുഷ്യനായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് ടീച്ചർ പറഞ്ഞു, നിന്നോട് ഞാൻ ചോദിച്ചതിന് അർത്ഥം പിടിയിട്ടില്ല, നീ ആരാവണം എന്നാ ചോദിച്ചത്. അപ്പൊ ടീച്ചറിന് ഈ സന്തുഷ്ടി എന്ന് പറയുന്നതിന്റെ രഹസ്യം ഒന്നും ഇത്രയും വളർന്നിട്ട് പിടിയിട്ടില്ലല്ലേ. അതാണ് എനിക്ക് ആവേണ്ടത്. എനിക്ക് വളർന്ന് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഐ ഹാവ് ടു ബി വെരി ഹാപ്പി, എനിക്ക് ഹാപ്പി ആയിരിക്കണം. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന് ഒരു വലിയ മാനമുണ്ട്. അത് നമ്മളുടെ വേൾഡ്ലി അഫെയർ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വേൾഡ്ലി അഫെയർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രത്തൻ ടാറ്റ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന രത്തൻ ടാറ്റ, ഈ രാജാവിന് സംഭവിച്ച അതേ കാര്യം തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രത്തൻ ടാറ്റയുടെ വണ്ടിയാണ് റോഡിലോട്ടിറങ്ങിയാക്കാണത്, അല്ലേ? എല്ലാം ടാറ്റ ടാറ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടിക്കുന്ന വണ്ടി പോലുമില്ല, നല്ലൊരു ഓടിക്കുന്ന വണ്ടി പോലും എൻ്റെ പേരിലുണ്ട്. എന്നിട്ടും മനസ്സമാധാനമില്ല. രത്തൻ ടാറ്റയ്ക്ക് മനസ്സമാധാനമില്ല. രത്തൻ ടാറ്റ വളരെ ചെറിയ തോതിൽ വളർന്നു വന്ന് ഈ സാമ്രാജ്യം മുഴുവൻ പിടിച്ചടക്കി, എല്ലാത്തരം ഫുഡും കഴിച്ചു നോക്കി, കോണ്ടിനെന്റൽ, ചൈനീസ്, എന്താ പറയുന്നത്, എല്ലാം കഴിച്ചു നോക്കി, വിഷയമില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു സന്നദ്ധ സംഘടനക്കാർ വന്നിട്ട് പറഞ്ഞു, ടാറ്റാജി, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളൊരു 100 പിള്ളേർക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണല്ലോ പറയുന്നത്, വികലാംഗനെന്നും നമ്മൾക്ക് പറയാൻ പാടില്ല. അതൊക്കെ ഈ സന്തോഷം കൊടുക്കുന്നതിൻ്റെ ഒരു സ്റ്റേജാണ്. അപ്പം നമ്മളൊരാളെ കയറി വികലാംഗൻ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൻ്റെ എല്ലാ ഡോക്യുമെന്റും പോകും. അവന് ഭയങ്കരമായിട്ടുള്ള അവനെ ഈ മോശമായി ചിത്രീകരിച്ച് അന്ധൻ, നിരക്ഷര കുക്ഷി എന്നൊക്കെ പണ്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്താ, നമ്മൾ നവസാക്ഷരൻ എന്നാണ് വിളിക്കുന്നത്. അക്ഷരം അറിഞ്ഞിടാത്തവന്, അവൻ ഒരു സാക്ഷരനുമല്ല, പക്ഷെ അവനെ നമ്മൾ വിളിക്കുന്നത് സന്തോഷപൂർവ്വം നവസാക്ഷരൻ. എന്തൊരു ഹാപ്പിനെസ്, പുതിയതായിട്ട് അക്ഷരം പഠിച്ചവൻ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അംഗപരിമിതൻ എന്നൊക്കെ പറയും. പിന്നെന്താ പറയും, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയും.
അദ്ദേഹത്തോട് വന്നാൽ 100 പേർക്ക് പിന്നെ വീൽ ചെയർ കൊടുക്കണം. 100 പേർക്ക് ഇങ്ങനെ ചെക്കുണ്ടോ, ചെക്ക് കഴിഞ്ഞപ്പോഴേ അത് വരാം. അങ്ങ് വന്ന് ഇരുന്ന് 100 പേര് വരും. അവർക്ക് ഓരോരുത്തർക്ക് ചെയർ ഇങ്ങനെ കൊടുക്കണം. അല്ല അത് ഞാൻ പറഞ്ഞോ, എൻ്റെ കാര്യമല്ലുണ്ട്, നിങ്ങൾ കൊടുത്താൽ പോരെ. അല്ല അങ്ങ് വന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്നിരുന്ന ആ വേദിയിൽ ഓരോരുത്തർക്കും ഈ വീൽ ചെയർ കൊടുത്തപ്പോൾ അദ്ദേഹം പറയുമാണ്, ഓരോരുത്തരുടെ കണ്ണിൽ തെളിഞ്ഞ ആ ഒരു സന്തോഷം, ആ ഗ്രാറ്റിറ്റ്യൂഡ്, അവരുടെ നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷമായിരുന്നു. അതാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് പിന്നെയും ചിന്തിക്കുമ്പോൾ മരിക്കുന്നവരെയും ടാറ്റയ്ക്ക് ആനന്ദമാണ്. കഴിഞ്ഞ ദിവസം കഴിച്ച എന്താ പറയുക, പെരി പെരി മന്തിയുടെ രുചി അന്നേ പോയി, അതിൻ്റെ പ്ലഷർ അന്നേ പോയി. അത് നിൽക്കില്ല. നമ്മൾ മേടിച്ച ഹോണ്ട സിറ്റിയുടെ രുചി ഒറ്റ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പോകും. അടുത്ത വണ്ടി കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് അപ്പുറത്തെ വീട്ടിൽ കിടക്കുകയാണ് ബെൻസ്, അപ്പം നമുക്ക് അത് മേടിക്കാതെ പിന്നെ സമാധാനമില്ല. അപ്പം എന്ത് ചെയ്യണം? ബെൻസ് ഉപേക്ഷിക്കുക, ഹോണ്ട സിറ്റി ഉപേക്ഷിക്കുക. നടന്നു പോകണമെന്നല്ല. യു ഹാവ് ടു റിഫ്രൈൻ ഫ്രം തിങ്സ്. അപ്പം മുനിമാരും ഇങ്ങനെയുള്ള വലിയ ചിന്തകരും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമലിസം. ഇപ്പം ലോകം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മിനിമലിസം. നിങ്ങളൊക്കെ കേട്ട് കാണും, എന്നെക്കാട്ടിലും മുമ്പേ കാര്യങ്ങൾ കേൾക്കുന്നവരാണ്. ഇങ്ങനെ മനസ്സമാധാനം കെട്ട മനുഷ്യന്മാരെല്ലാം കൂടെ കണ്ടുപിടിച്ചൊരു ഫിലോസഫിയാണ് മിനിമലിസം എന്ന് പറയുന്നത്. ഇത് ഈശോ തമ്പുരാൻ നേരത്തെ കാലത്തെ പറഞ്ഞ അത് അങ്ങനെ എന്താ പാർട്ടി എന്നാലും ചോദിക്കുക, 2 ഒന്ന് കൊടുക്കാൻ പറ്റുക. എൻ്റെ മോനോട് പള്ളി പോകാൻ പറഞ്ഞു, അവനോട് ചോദിച്ചാൽ പപ്പയ്ക്ക് എത്ര കാറും പറഞ്ഞു ചോദിച്ചു. നമ്മൾ 2 ഒരെണ്ണം കൊടുത്തിട്ട് പള്ളി പോയാൽ മതി പറഞ്ഞു. ചിലപ്പോൾ ഒരു കാര്യമില്ലെന്ന്. പിള്ളേരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമ്മൾ പിള്ളേരെ മുമ്പിലൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ദേ ആർ തിങ്കിങ് ഫിലോസഫിക്കലി. അവരെങ്ങനെ ചിന്തിക്കും? 2 കാറുള്ളവൻ 1 കൊടുക്കാതെ പള്ളിയിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല. യു ആർ നോട്ട് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, യു ആർ നോട്ട് എ ക്രിസ്ത്യൻ എന്ന് പിള്ളേര്, ന്യൂ ജനറേഷൻ 2K കിഡ്സ് നമ്മളെ പഠിപ്പിക്കും. നമുക്കൊന്നും മറുപടി പറയാനില്ല. അതാണ് കാലം. അപ്പൊ മിനിമലിസം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഭയങ്കരമായിട്ട് വേരോടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അത് ആർജിച്ചു വെച്ചാലും ഒന്നും നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. ദാറ്റ്സ് മിയർ പ്ലഷർ, ക്ഷണികമായ സന്തോഷം. എന്താണ്? ഒരു ചായ കുടിക്കുമ്പോൾ 100 ഡോപ്പമിൻ ഉണ്ടാവും. ഒരു ബിരിയാണി കഴിക്കുമ്പോൾ 1000 ഡോപ്പമിൻ ഉണ്ടാവും. അത് അങ്ങനെ ഇറങ്ങിപ്പോകും. ഡോപ്പമിനും അങ്ങനെ കുറേ എണ്ണം ഉണ്ട്, 3-4 ഉണ്ടല്ലോ. സെറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, നേരത്തെ പറയുന്നുണ്ട്. കുറേ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെ പെട്ടെന്ന് നിയന്ത്രിക്കുന്നതും ഇല്ലാതാകുന്നത്. ഒരാൾ മദ്യം കഴിക്കുമ്പോൾ, ഒരാൾ പുക വലിക്കുമ്പോൾ, ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ശീലിച്ചാണ്, ഒരു സിഗരറ്റ് വലിച്ച് ശീലിച്ചാണ്, അല്ലെങ്കിൽ ബീഡി വലിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളികളെ, പണിക്കാരൊക്കെ അവരിങ്ങനെ കണ്ടിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബീഡി വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അതെന്ന് അവർ പറയുന്നത് ചീപ്പസ്റ്റ് ലക്ഷറി എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്, അല്ലേ? ചീപ്പസ്റ്റ് ലക്ഷറി. ഒരുത്തരം കള്ളു കുടിക്കണ ബാറിൽ പോകണം, അല്ലെങ്കിൽ അവിടെ പോയി സാധനം മേടിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കണം. വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഒരിടത്തും പോയി കുത്തിടിക്കണം, പോലീസ് പിടിച്ചോണ്ട്. അപ്പൊ ഇത് അവന് ചീപ്പസ്റ്റ് ലക്ഷറി അല്ല. ബീഡി വലിക്കുക ചീപ്പസ്റ്റ് ലക്ഷറി. ആരുടെ ചോദിക്കേണ്ട, കയ്യിരിപ്പൊണ്ടെടുത്ത് വലിച്ചാൽ മതി. അപ്പോൾ ഒരു 100 ഡോപ്പമിൻ കിട്ടിയാൽ വളരെ സന്തോഷം, പണിയെടുക്കാൻ ഒരു ഊർജ്ജമായി. അതിന്റെ ഇമ്പാക്ട്സ്, സൈഡ് എഫക്ട്സ്, ബാഡ് എഫക്ട്സ് വരട്ടെ. ഞാൻ പറഞ്ഞത് ആ ശീലം അതുകൊണ്ട് വരുന്നതാണ്. അടുത്ത ആളും അങ്ങനെ ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവനോട് പറയുന്നു, നിനക്കൊരു ബിരിയാണി വേണോ, 2 പെഗ് വേണോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, 2 പെഗ് ബിരിയാണി ചേട്ടൻ കഴിച്ചോളാൻ പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 50,000 ഡോപ്പമിൻ തരും. പൊട്ടൻ, അവനറിയാൻ വരെ ഈ ബിരിയാണി കഴിച്ചാൽ മതി 250 ഡോപ്പമിൻ കിട്ടുള്ളൂ. ഇവരത് അറിയാം. അപ്പൊ അവനെന്ത് കഴിക്കും? അവനത് കഴിക്കും. So these type of materials can give you high level of dopamine, അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള നമ്മുടെ ഹാപ്പി ഹോർമോൺസ് തരാൻ പറ്റും. പക്ഷെ അതിന്റെ കുഴപ്പം, അത് ഭയങ്കര പൊക്കത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകും. ഈ ചെറിയ ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന 100, 200, 300 ഒന്നും കുഴപ്പമില്ല, ബമ്പ് പോലെ ഉള്ളൂ, കയറി ഇറങ്ങി പോകും. മറ്റേ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നതൊക്കെയിരിക്കും. പിറ്റേ ദിവസത്തെ വലിയ വീഴ്ചയായിരിക്കും. ദാറ്റ് ഈസ് യു കോൾ ദി വിഡ്രോവൽ. അതാണ് നമ്മൾ വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം വിട്ടു നിൽക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ബറാക് ഒബാമ ഒരിക്കൽ ഇന്ത്യ വന്നപ്പോൾ, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യ വന്നപ്പോൾ ഒരു പെൺകുച്ച് അദ്ദേഹത്തിന് ഒരു കൊച്ചു സമ്മാനം കൊടുത്തു. നമ്മുടെ കീ ചെയിൻ കൊടുത്ത ഒരു കുഞ്ഞ് ഇത്. പുള്ളി കുറെ നേരം അതൊക്കെ നോക്കി. വാട്ട്സ് ദിസ് ഗേൾ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ദിസ് ഈസ് അവർ മങ്കി ഗോഡ്, ഹനുമാൻ എന്ന് പറഞ്ഞു. അപ്പൊ ദിസ് ഈസ് ഹനുമാൻ. അപ്പൊ ഇദ്ദേഹം അവിടെ പോയി സീതയെ കൊണ്ടുവന്നതൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഒബാമ പോക്കറ്റിലിട്ടു. അപ്പൊ ഒബാമയ്ക്ക് ഈ ഹനുമാനിലും അല്ലെങ്കിൽ ഇന്ത്യൻ രാമായണത്തിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലും ഹിന്ദുയിസത്തിലും ഒരു വിശ്വാസമല്ല. പക്ഷെ ഇത് ഓൾവേസ് ഹി കീപ്സ് ഇൻ ഹിസ് പോക്കറ്റ്. പുള്ളിയുടെ കഥയിൽ പുള്ളി എഴുതിയിരിക്കുന്നതാണ്. എപ്പോഴെങ്കിലും എനിക്കൊരു പ്രശ്നം നേരിടുന്നോ ഞാൻ അവിടെ കൈയ്യട്ടി ഹനുമാനെ തുടങ്ങും. ഐ ഫീൽ ദാറ്റ്
ഐ ആം നീഡഡ് ഫോർ ദിസ് സൊസൈറ്റി. എനിക്ക് ഈ സൊസൈറ്റിയിൽ എന്നെ ആവശ്യമുണ്ടെന്ന് കരുതുന്ന കുറേ പേരുണ്ട്. എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻ പോവും, ഞാൻ ചാടിയെടുത്തിട്ട് എൻ്റെ പണി എടുക്കാൻ തുടങ്ങും. സി ഇത് ഫിലോസഫി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൈ വെച്ചേക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ മങ്കി ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ടല്ല. ബട്ട് ഐ ഹാവ് ദിസ് വൺ ഫോർ ടു മേക്ക് റിമെമ്പർ മീ ദാറ്റ് ഐ ആം നീഡഡ് ഫോർ ദിസ് സൊസൈറ്റി. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്നെ ഈ സമൂഹത്തിന് വേണം എന്ന് എന്നെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഗിവ്സ് യു ദ പെർഫെക്റ്റ് ഹാപ്പിനെസ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ആനന്ദം, പരമാനന്ദം എന്ന് പറയുന്നത്. ഇതിന് പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, പല രീതിയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യും? ഗാന്ധിജി പറയുന്നത് എന്താ? ഗാന്ധിജിയുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും മിനിമലിസം കേട്ടോ. വേൾഡ്ലി മെറ്റീരിയൽസ് ഒന്നും നമ്മൾ ശേഖരിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഒരു പേനയുടെ ഉപയോഗം തന്നെ ഉള്ളൂ 100 പേനയ്ക്ക്. ഒരു കാറിന്റെ ഉപയോഗം തന്നെ ഉള്ളൂ 100 കാറിന്. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അത് കിട്ടിക്കഴിയുമ്പോൾ കളിപ്പാട്ടം കിട്ടുന്നവരുള്ളൊരു രസം, അത് കഴിയുമ്പോൾ അത് തീർന്നു. ഒരു ഷർട്ടിന്റെ ഉപയോഗമുള്ളൂ 100 ഷർട്ടിന്. മാറിയിടാനുള്ള ഷർട്ട് വേണം. 365 ദിവസം ഇടാൻ 365 ഷർട്ട് ഉണ്ടായിട്ട് വല്ല കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മളെ പോലെ ഒരു ബൗദ്ധികമായ നിലവാരത്തിലേക്ക് ഉയരാത്തവരെ അങ്ങനെ വിചാരിക്കാം, നമ്മളിങ്ങനെ ഇടുന്നതും അണിഞ്ഞൊരുങ്ങുന്നതും ഒക്കെ. അതിന് ഒരു മോഡറേറ്റ് ഡ്രസ്സിങ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നമ്മൾ പറയും എന്താ പറയുന്നത്, പൊതു സ്ഥലങ്ങളിൽ പോകുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണം അല്ലേ, വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണം, പിന്നെ ഈ ചന്തയിൽ പോകുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണം അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ നോക്കിയപ്പം ഒരു പയ്യൻസ് അവിടെ നടക്കുന്നു. അവൻ്റെ മുട്ടിലൊരു കീറൽ, അവൻ്റെ ഈ പാൻറ്റ് 4 കീറലുണ്ട്, ജീൻസ് ഇട്ടേക്കുന്നത്. ഞാൻ അവനെ പയ്യെ വിളിച്ചു, അവൻ്റെ തോളത്ത് കഴിഞ്ഞെങ്കിൽ പിടിച്ചു. എഞ്ചിനും കൂടെ പേരാണ്. മോനെ ഞാനും നിൻ്റെ കൂടെ വരാം. എന്തിനു സാറേ? എൻ്റെ വീട്ടിൽ 2 പാത്രമുണ്ട്, ഞാനും എൻ്റെ പാൻറ്റ് കീറി നമുക്ക് അവിടെ പോയി കണ്ടാലിരിക്കാമെന്ന് പോയി. അവനും ഞെട്ടി. എന്ത് സാർ? എടാ നാണമില്ലെന്ന് എനിക്ക് കീറിയ പാൻറ്റ് ഇട്ടുള്ളൂ. അത് സാർ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഞാൻ നിനക്ക് കഴിഞ്ഞ എത്ര പരീക്ഷയ്ക്ക് നീ പാസ്സായി? മൊത്തം സപ്ലിയാണ്. അവൻ പറഞ്ഞു എൻ്റെ പൊന്നു പോലെ നിനക്ക് ഇതുകൊണ്ടൊരു കാര്യം, പക്ഷെ നിന്നോടിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫോർ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുൻവശത്തെ ബ്രെയിനിൻ്റെ പാർട്ട് എന്തുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ആവുന്നത് എന്ന് ചോദിക്കും. അപ്പം അധികം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയാമെന്നോട് അവരത് കുറ്റമല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പിള്ളേർ എല്ലാം ആണ് ഈ ബൈക്കിൽ പോയിട്ട് ആക്സിഡൻ്റ് ആവുന്നത് അല്ലേ. 18 വയസ്സ് 17 വയസ്സ്. ഇപ്പം എൻ്റെ മോന് ഇവിടെപ്പോഴും പറയും, എൻ്റെ മോൻ ഇവിടുന്ന് ബൈക്ക് വിറ്റിട്ട് വിദേശത്ത് പോകുന്നവരെ ഉറക്കമില്ലായിരുന്നു. കാരണം അവൻ പറയുന്നത് വാഴക്കുളത്ത് നിന്ന് ബൈക്ക് എത്താൻ 5 മിനിറ്റ് 6 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും അല്ലേ. ചതഞ്ഞരഞ്ഞ് റോഡിൽ കിടക്കും. ആ വണ്ടി വിൽക്കുന്നവരെന്താണ് നമുക്ക് മനസ്സിലാകാനില്ല. പക്ഷെ അവരോട് ആരെങ്കിലും പറഞ്ഞ സ്പീഡ് കുറച്ച് ഓടിക്കും ഇല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എല്ലാ തരം റിസ്ക്കുള്ള പണിയും ചെയ്യുന്നത് നമുക്ക് ആ പ്രായത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ബാക്കിലെ ബ്രെയിനാണ്, ബാക്ക് ബ്രെയിനാണ്. ഈ ബാക്ക് ബ്രെയിനിൽ നമ്മൾ ജനിച്ച് നമ്മൾ വളർന്ന് ഓരോ സ്റ്റേജിലേക്ക് വന്ന് നമ്മളൊരു അഡോളസെന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആദ്യം നമ്മളോട് പറയുന്നത് എന്താ, നീ പോയി നിന്റെ ഇണയെ കണ്ടെത്താൻ പറയും ബ്രെയിൻ പറയുന്നത്. അപ്പോഴവനെ നമ്മൾ കൊണ്ടുവന്ന് ബ്രില്യൻ്റിൽ ചേർക്കും. അവൻ അവിടെ ഇരിക്കുമോ, അവൻ പെൺപിള്ളേരെ വായി നോക്കാൻ പോകുമോ, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായി നോക്കാൻ പോകുന്ന സമയം നിജപ്പെടുത്തുക. അതുകൊണ്ട് പോകാതിരുന്നിട്ട് ഒരു കാര്യത്തിൽ പോയേ പറ്റൂ. അവരെ വീട്ടിലേക്കും അവർ പോകും. അതുകൊണ്ട് അവർ പോയിട്ട് കൃത്യസമയത്ത് വരണം. അത് ഞങ്ങൾ തരാൻ സാധിക്കും. അത്രയും ഒരു സമാധാനമുണ്ട്. അപ്പം അവൻ്റെ പരമാനന്ദം എന്ന് പറയുന്നത് അതാണ്. ഒരു ശല്യമില്ല, 2 പേരും. കഴിഞ്ഞ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ രസം, രാമപുരത്തെ സിസ്റ്റർ ഞങ്ങളുടെ കോളേജിൽ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി റിട്ടയർ ചെയ്തിട്ട് വന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയാം, എനിക്ക് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നത്. ഞങ്ങളുടെ കോളേജിൽ സാറേ ഒരു വിമൻസ് കോളേജ്, വിമൻസ് സ്കൂളായിരുന്നു. മിക്സഡാ സാറേ നല്ലത്. അതുകൊണ്ടാ, അല്ലെങ്കിൽ പെൺപിള്ളേർ പുറത്തി അടിപ്പോവും. ഓട്ടോറിക്ഷക്കാർ ഓരോരുത്തരും ബസ്സിലെ ഡ്രൈവറായിട്ട് നോക്കി പോകുന്നു. സിസ്റ്റർ പറയാം, കറക്റ്റാ, പ്രാക്ടിക്കൽ നോളജിൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണെങ്കിൽ ഇതിൻ്റെ താണും പെണ്ണും ഉള്ളതുകൊണ്ട് ഇവരിവിടെ തന്നെ നിന്നോളും. ഇത് പ്രകൃതിയുടെ നിയമമാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ ബ്രെയിൻ പറയും 180 കിലോമീറ്റർ മിനിമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടത് 60 കിലോമീറ്റർ സ്പീഡില്ല എന്ന് അവനെ ഈ ബ്രെയിൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ റിസ്കി ആയിട്ടുള്ള എല്ലാ പരിപാടികളും, ഹിമാലയത്തിന് മണ്ടേ കയറാൻ പോകണമെങ്കിലും 17 വയസ്സിലേ പോകാൻ പറ്റുള്ളൂ, പട്ടാളത്തിൽ പോകണമെങ്കിലും 17 വയസ്സിലേ പോകാൻ പറ്റുള്ളൂ, LTTE പോകണമെങ്കിലും അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിന് ഇംഗ്ലീഷിൽ പറയാമല്ലോ, ക്യാച്ച് ദം യങ് എന്നല്ലേ പറയുന്നത്. ക്യാച്ച് ദം ഓൾഡ് എന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു ഫ്രേസ് കേട്ടിട്ടുണ്ടോ? നമ്മളെ ഇനി ആരെങ്കിലും പട്ടാളത്തിൽ ചേർക്കും. പട്ടാളത്തിൽ പോയിട്ട് ഒരു ചായ അടിക്കാൻ പോലും നമ്മളെ വിളിക്കത്തില്ല. കാരണം നമ്മൾ ചായ അടിച്ചാൽ പെർഫെക്റ്റ് ആകത്തില്ല, പകുതി വിളി പോകും. അതുകൊണ്ട് നമുക്ക് പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. 16 തൊട്ട് 18, 20, 25 വയസ്സ് വരെ അവൻ ഏത് റിസ്കി പണിക്കും അവൻ പോകും. അവൻ ഹിമാലയത്തിൽ കയറാൻ പോകും, കായലിന്റെ നടുക്കൂടെ, കടലിന്റെ നടുക്കൂടെ ഒറ്റയ്ക്ക് അവൻ പാപം ചെയ്ത് തുടങ്ങി അക്കരെ കരയിൽ ചെല്ലും അല്ലേ. അവൻ എന്ത് ചെയ്യും?
പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കാണ് 18 വയസ്സ് 20 വയസ്സ് കഴിയുമ്പോഴാണ് ഫോർ ഫ്രണ്ടൽ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ മുൻഭാഗം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഓരോ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ മുൻഭാഗത്താണ് ഇരിക്കുന്നത് എന്തൊക്കെ? പഠനം, മര്യാദ, മറ്റുള്ളവരുടെ റെസ്പെക്റ്റ്, ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, പഠിച്ചു നമ്മൾ വലിയ ആളാവണം എന്നുള്ള ബോധം. അപ്പൊ നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കാലത്തിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾക്ക് നല്ലൊരു നിലയിലേക്ക് നമുക്ക് കുട്ടികളെ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവരുടേതായിട്ടുള്ള ഇനേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ സപ്രസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് ചെയ്യാൻ പറയും. അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളർന്ന ബോധമുള്ള നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്കിത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ തലത്തിൽ വേണം നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇതാണ് ഒന്ന്. ഗാന്ധിജിയുടെ ഒരു വേർഷൻ ഉണ്ട് നമ്മളുടെ മനസ്സിന്റെ ശാന്തതയെക്കുറിച്ച്. ഗാന്ധിജിയുടെ ഒരു ഏറ്റവും വലിയ പ്രശസ്തമായ തോട്ട് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അച്ഛൻ വീട്ടിലോട്ട് വരുന്ന പറഞ്ഞ അച്ഛൻ ഇന്ന് വരണ്ട, നാളെ വന്നത്, കാരണം എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കണം, ഫ്രണ്ടൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ കുറെ എൻ്റെ ജീവിതമല്ല എൻ്റെ സന്ദേശം, ഞാനിപ്പോൾ കാണിക്കുന്നൊന്നുമല്ല, അച്ഛൻ പിന്നെ വന്നാൽ മതി. നിങ്ങളുടെ ഓടി എൻ്റെ മുറിയിലോട്ട് കയറി വന്ന പലതും കാണും. അതുകൊണ്ട് യു കനോട്ട് എൻ്റർ ഇൻ ടു മൈ ഹോം. എൻ്റെ ജീവിതമല്ല എൻ്റെ സന്ദേശം. നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. Unless you adhere to your thoughts, your talk and your act. ഇതാണ് ഗാന്ധിജിയുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അതാണ് ആത്മാവിൽ ദരിദ്രൻ ആനന്ദം അനുഭവിക്കും എന്ന് പറയുന്നത്. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത്? ആത്മാവിൽ ദരിദ്രൻ ആനന്ദം അനുഭവിക്കും എന്ന് പറയുന്നത്. ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുന്നത് എന്താ? ഒന്നിനോടും ആസക്തിയില്ലാത്തവൻ. അതാണ് ആത്മാവിൽ ദരിദ്രൻ. അതിന് വേറൊരു അർത്ഥമുണ്ട്. അതിന് സ്പിരിച്വലായിട്ട് ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ഡു എനിത്തിങ് എലോൺ എന്നാണ്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഓൺലി ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഡു എനിത്തിങ് ഫോർ മീ. ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും. അതാണ് അഹങ്കാരമില്ലായ്മ എന്ന് പറയുന്നത്. അഹങ്കാരമില്ലായ്മ പോകുമ്പം എല്ലാവരും സൗഹൃദ സദസ്സിൽ വരും. എനിക്ക് ഭയങ്കര അറിവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. അവിടെ കുറെ പേര് അമ്മക്ക് വില പോകുന്നുണ്ട്, ഞാൻ അതിനെക്കാട്ടിലേക്ക് അറിവുള്ളതാണ്, ഞാനങ്ങൊന്നും പോകത്തില്ല. അപ്പൊ അഹങ്കാരം താഴെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരാൻ പറ്റും, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇത് ലോകം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിനിമലിസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെയാണ് മിനിമലിസത്തിൽ ചെയ്യുന്നത്? നമ്മൾ ഒന്നും അധികമായി സമ്പാദിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് മിനിമലിസം എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നമ്മൾ ക്രമം പാലിക്കുന്നു, വസ്ത്രത്തിൽ നമ്മൾ ക്രമം പാലിക്കുന്നു. എന്തൊക്കെ എന്താ പറയുന്നത് വേൾഡ്ലി അഫേഴ്സ് ഉണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ കുറവ് പാലിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ടോ യുദ്ധത്തിലോ അല്ല. യു സീ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് ആഹാരം കഴിച്ചിട്ടാണ്. കാരണം ആഹാരമാണ് നമ്മുടെ ഏറ്റവും വലിയ അഡിക്ഷൻ. ദ നമ്പർ 1 അഡിക്ഷൻ ഈസ് ഫുഡ്. ലോകത്ത് ആരെന്ന് ചോദിച്ചാൽ പറയും കള്ളാണ്, കഞ്ചാവാണ്, MDMA ആണ്, ചരസാന്നൊക്കെ പറയും. ഒന്നുമല്ല. ദ നമ്പർ 1 അഡിക്ഷൻ ഫോർ മാൻ കൈൻഡ്, ഏത് കൈൻഡിനെ എടുത്തു, എല്ലാവർക്കും ഭക്ഷണമാണ് അവരുടെ അഡിക്ഷൻ. അപ്പൊ ഭക്ഷണത്തിലൂടെയാണ് എന്ത് പറ്റുന്നത്? നമുക്ക് അസുഖങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും. ഭക്ഷണക്രമം കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടും, ഒബേസിറ്റി വരും, അതേ തുടർന്നുള്ള എന്താ പറയുന്നത് നമ്മൾ കൊളസ്ട്രോൾ വരും, നമുക്ക് പിന്നെ അതിനെ തുടർന്നുള്ള ഷുഗർ വരും, അതിനെ തുടർന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കുക. എപ്പോൾ ഗ്രോത്ത് കഴിയും 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഭക്ഷണം മെയിൻ്റനൻസിന് മതി, ജോലിക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വേറൊരു ടോക്കാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മിനിമത്തിലേക്ക് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്രമാത്രം കുറച്ചു മതി. ഇനി ഞാനിവിടെ പറഞ്ഞോട്ടെ, സുഖം എന്ന് പറയുന്നതിന് നേരെ വിപരീതമാണ് അസുഖം എന്ന് പറയുന്ന സാധനം. ഈ അസുഖം മാറ്റാണ് നമ്മൾ ഈ മരുന്നുകൾ മുഴുവൻ കഴിക്കുന്നത്. പക്ഷെ മരുന്നുകൾ കഴിച്ചിട്ട് നമുക്ക് അസുഖം മാറുന്നില്ല. അത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. അസുഖമായിരിക്കുന്ന അവസ്ഥയിലും സുഖം അനുഭവിച്ചിരിക്കുന്ന, എറ്റേണൽ ബ്ലിസ് അനുഭവിച്ചിരിക്കുന്നവരാണ് പല എന്താ പറയുക സ്പിരിച്വൽ ലീഡേഴ്സ്. അങ്ങനെയാണ് അവരൊക്കെ വിശുദ്ധന്മാരൊക്കെ ആയത്. നമ്മുടെ എന്താ വിശുദ്ധ എയുപ്രസ്യാമ്മ, പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അൽഫോൺസാമ. പെട്ടെന്ന് അൽഷിമേഴ്സ് ബാധിച്ചു എന്നൊരു സംശയം. അൽഫോൺസാമ
അൽഫോൻസാമയൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് വേദനയിൽ നരകിച്ചപ്പോഴും ഷി വാസ് എൻജോയിങ് ദ ബ്ലിസ്. കേട്ടോ, അതാണ് ആത്മാവിൽ ദരിദ്രനായവനാണ് ഈ ആനന്ദം അനുഭവിക്കുന്നു പറഞ്ഞത്. അതേസമയം അൽഫോൻസാമ പറയാം, മുടിഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും അല്ലെ ആത്മഹത്യ അല്ലെ? നോ നോ നോ, ഇത് എൻ്റെ ഈശോ എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന കാര്യമാണ്. ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഈശോയുടെ ശിഷ്യന്മാരെ മുഴുവൻ എടുത്ത് നോക്കും, ഒരാളുടെ മുഴുവൻ പേരും കൊല്ലപ്പെടുകയായിരുന്നു. ഒരാളുടെ പൗലോസ്ലിയാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു, പിന്നെ കൊല്ലപ്പെടാതിരുന്നത് മോളിൽ നിർത്തി എറിഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെട്ടു. ബാക്കി മുഴുവൻ ശിഷ്യന്മാരെയും കൊല്ലപ്പെടുകയായിരുന്നു അതിദാരുണമായി. എങ്ങനെയാണ്? കർത്താവിനെ നേരെ ക്രൂശിൽ തറച്ചുകൊണ്ട് ഒരാളെ തലകീഴായിട്ട് വിരിച്ചു, ഒരാളെ തലവെട്ടിക്കൊന്നു, ഒരാളെ കുന്തം കൊണ്ട്, ഒരാളെ എറിഞ്ഞ്, അവരൊക്കെ പരമാനന്ദം അനുഭവിച്ചിട്ടാണ് മരിച്ചത്. എന്തുകൊണ്ടാ? ഈശോ പറഞ്ഞ വചനങ്ങൾ ലോകത്ത് കൊണ്ടു നടക്കണം. ഞാനത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഹാർവെസ്റ്റിംഗ് റോബോട്ടിക്സ് എന്ന് പറയുന്നൊരു കമ്പനി, നിങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. എൻ്റെ പെങ്ങളുടെ മോന് കുറേ ഇരിപ്പുണ്ട്, അവനാണ് തോമസ്, അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നത്. ഹാർവെസ്റ്റിംഗ് റോബോട്ടിക്സ്, അവിടെ ഇപ്പൊ ലോകത്തൊക്കെ നിങ്ങൾ പെട്ടെന്ന് നെറ്റിക്കരി അടിച്ചു നോക്കിയാൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഹാപ്പിനെസ് ഓഫീസർ ഉണ്ട്. ഹാപ്പിനെസ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. നമുക്കൊക്കെ ചുമ്മാ അപ്ലൈ ചെയ്യാം, ബയോഡാറ്റ അയച്ചു കൊടുത്താൽ മതി. അവർ വിളിച്ചൊരു ഇന്റർവ്യൂ നടത്തും. നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലെ മുഴുവൻ പേർക്കും ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ബി അപ്പോയിന്റഡ് ആസ് എ ഹാപ്പിനെസ് ഓഫീസർ. ഭയങ്കര സംഭവമാണ്. പക്ഷെ ഈ കമ്പനി, ഈ ഹാർവെസ്റ്റിംഗ് റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി, അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ് ഓഫീസറുടെ പേരാണ് ഡെൻവർ. അതൊരു ലാബ്രഡോർ ഡോഗ, ഒരു പട്ടിയാണ്. ഒറ്റ പണിയുള്ളൂ അവന്, ഹാപ്പിനെസ് ഉണ്ടാക്കുക. രാവിലെ ഓഫീസിൽ വരണം, ടാഗൊക്കെ ഉണ്ട്, ഡെൻവർ എന്ന് പേര് എഴുതിയിട്ടുണ്ട്, ഹാപ്പിനെസ് ഓഫീസർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മാസം ഏതാണ്ട് $20,000 എങ്ങാണ്ടാണ് അതിന്റെ ശമ്പളം. പിന്നെ അതിനെല്ലാം പെർക്സ് ഉണ്ട്, അതിന് പിന്നെ പ്രസവാവധിയുണ്ട്, സകല സാധനമുണ്ട്. അപ്പോൾ അത് രാവിലെ വരിക, എല്ലാ ഓഫീസർമാരെയും കാണുക, അവരുടെ അടുത്ത് പോവുക, അവരെല്ലാവരും ഒന്ന് 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 സന്തോഷിപ്പിക്കുക, കറങ്ങി തിരികെ വൈകിട്ട് 4 മണിക്ക് വീട്ടിൽ. ഹാപ്പിനെസ് ഓഫീസർ ഡെൻവർ. ലോകം മാറുന്ന മാറ്റം നോക്കി. എന്തിനാണ് ഈ ഡെൻവറിനെ നമുക്കിപ്പോ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു IT കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്നത്? ടു അവോയ്ഡ് ഫ്രസ്ട്രേഷൻ. ഒരു 50 വർഷം മുമ്പ്, അല്ലെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ 60 വർഷം മുമ്പ്, വയസ്സ് മനസ്സിലായില്ല, 60 വർഷം മുമ്പ് നമുക്ക് ഒരു ഹാപ്പിനെസ് ഓഫീസറും ഇല്ലായിരുന്നു. അന്ന് അമ്മയ്ക്ക് അപ്പനും ഒന്നും സമയമില്ല, ഒരു സമയമില്ല. എന്താ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തട്ടിലെ വന്ന് വീഴുന്നത് വരെ ഈ പറയുന്ന പ്രഷറിനെ കുറിച്ചോ, മൂഡ് സ്വിങ്ങിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രഷറിനെ കുറിച്ചോ, അൺഹാപ്പിനെസിനെ കുറിച്ചോ, ഡിസിനെസിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ചിന്തിക്കാൻ സമയമുള്ളതാണ് നമ്മുടെ പ്രശ്നം. വി ഹാവ് ഇനഫ് ടൈം ടു തിങ്ക് അബൌട്ട് എന്താ പറയുക, നമുക്ക് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്താ, ഈ ചുമ്മാ ഇരിക്കുന്ന സമയം ഡെവിൾസ് വർക്ക്ഷോപ്പാന്ന് പറയുന്നത്. ആരെങ്കിലും ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മാറിക്കണം, അപകടം വരും. കാരണം എന്താ, പുള്ളി കുത്തിയിരുന്നിട്ട് അടുത്ത കൊളസ്ട്രോളൊക്കെ ആയിരിക്കും. കാരണം ചുമ്മാ ഇരിക്കുന്നവന്റെ തലയിൽ എന്തായിരിക്കും? ഡെവിൾസ് വർക്ക്ഷോപ്പാണ്. ഇതൊന്നും ചുമ്മാ ഒരു ദിവസം ഒരാൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞതല്ല, ഇത് ഒത്തിരി പേരെ കണ്ടിട്ട് പറഞ്ഞ. ടു ബി എൻഗേജ്ഡ് ഓൾവേസ്, മറ്റൊരു സൂത്രവാക്യമാണ്. എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. എന്താണ്? റിഫ്രൈൻ ഫ്രം തിങ്സ്. ഈ വസ്തുവകകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. കാറൊന്നുണ്ട്, ഒത്തിരി കാർ കമ്പനിക്കാർ നമ്മുടെ അടുത്ത് വരും, സാറേ പഴയതായില്ലേ, ഒന്ന് മാറിയാലോ? ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചോണ്ടിരിക്കുക ഒന്ന് മാറാം. നമ്മൾ പെട്ടെന്ന് ആ കാറ് മാറും. ആ കാർ ഓടുമെങ്കിൽ ആ കാർ ഓടിച്ചാൽ മതി, മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കാറിന് 8 വർഷം പഴക്കമുണ്ട്. ഇതിനിടയ്ക്ക് 10 പ്രാവശ്യം കാർ മാറിയ ഒരു സഹോദരനുണ്ട് അവിടെ. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ആക്രാന്തമാണ്. ഒരു പുതിയ വണ്ടി ഇറങ്ങി ഓട്ടോയിൽ ഇത് കൊടുത്തിട്ട് അത് പിടിക്കും. ആ വകയിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിട്ടുണ്ട്. അത് പൈസയുടെ കാര്യം പോട്ടെ. പക്ഷെ ആ ട്രെൻഡാണ്, നമുക്കത് വേണം എന്നുള്ളൊരാഗ്രഹം. എല്ലാത്തിനോടും നമ്മളൊരു റിഫ്രൈൻ ഫ്രം ഓൾ ദീസ് തിങ്സ്. അത് നമുക്ക് ഏറ്റവും പരീക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഈ മിനിമലിസം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സാധനമാണ് പഞ്ചസാര, വെള്ള പഞ്ചസാര. നമ്മൾ അഡിക്ഷൻ, ഇതെല്ലാം അഡിക്ഷനാണ്. ഈ പറയുന്ന ബ്ലിസ്സിലേക്ക് പോകണമെങ്കിൽ, നിതാന്തമായ ശാന്തിയിലേക്ക് പോകണമെങ്കിൽ, ഹാപ്പിനെസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വിധത്തിലുള്ള ഈ പറയുന്ന ടെംപ്റ്റേഷൻസിൽ നിന്നും വേൾഡ്ലി അഫയേഴ്സിൽ നിന്നും പുറകോട്ട് മാറണം.
എന്നിട്ട് ഉള്ളിൽ നിന്നാണ് ബ്ലിസ് ഉണ്ടാവുന്നത്. ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഈ ബ്ലിസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. ബുദ്ധയിസത്തിൽ അവർ പറയുന്നത് 3 പോയിന്റ്സ് ആണ്. നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഡു നോട്ട് ഹേറ്റ്, നമ്പർ 1 പോയിന്റ് ബുദ്ധയിസത്തിൽ പറയുന്നത്. വെറുക്കരുത്. ഇന്നലെ എൻ്റെ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കൗൺസിലിംഗ് പോലെ ഒരു സെഷൻ, കൗൺസിലിംഗ് എല്ലാം സംസാരിക്കുക എന്ന് പറയുന്നത്, നമ്മളതിനെ ഈ വിതിൻ കൊട്ടേഷൻ കൗൺസിലിംഗ് എന്നൊന്നും ഇല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത്. നമുക്ക് ടു ബി എ പേഷ്യൻ്റ് ലിസണർ എന്ന് പറയുന്നതാണ്. വീട്ടിൽ അതാണ് മക്കൾ പറയുന്നത് കേൾക്കുക. കുറേ സമയം നമ്മൾ അങ്ങോട്ട് പറയും, ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കും, നമുക്ക് കേൾക്കാം. പേഷ്യൻ്റ് ലിസണർ എന്ന് പറയുന്നതാണ് കൗൺസിലിംഗ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു പയ്യനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞത് അവനെ എല്ലാവരും വെറുക്കുന്നു, അതാണ് അവൻ്റെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നിന്നെ എല്ലാവരും വെറുക്കുന്നു എന്നുള്ളത് നിന്റെ തോന്നലാണ്, നിന്റെ പ്രോബ്ലം. അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ അല്ല. വേറൊരാൾ ഒരു പയ്യനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവനെ പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ്റെ വൈഫിന് മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് അവൻ അറിയാം, പക്ഷെ അതൊരു പ്രശ്നമാണ് സാറേ, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്, ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിനൊക്കെ മെഡിസിൻസ് ഉണ്ട്. നല്ലൊരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് മെഡിസിൻ മേടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് മാറും. അപ്പൊ ബുദ്ധിസത്തിലെ 3 പോയിന്റുകൾ എന്ന് പറയുന്നത്, ഈ പറയുന്നതിൻ്റെ ഒക്കെ കൂടെ ഞാൻ പറഞ്ഞ പഞ്ചസാരയിലേക്ക് തിരിച്ചു വരാം, കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റൂ. ബുദ്ധിസത്തിൽ പറയുന്ന 3 പോയിന്റ്സ് നമുക്ക് പ്രായോഗികമാക്കാവുന്നതാണ്. ഒന്ന്, ഡോണ്ട് ഹേറ്റ്. അതിന്റെ കാരണം ബുദ്ധിസത്തിൽ പറയുന്നത് അറിയോ? ലൈഫ് ഈസ് ടു ഷോർട്ട്, യു ഹാവ് നോട്ട് ടൈം ടു ഹേറ്റ് ആൻഡ് ക്വാറൽ. നിങ്ങൾക്ക് ഈ വഴക്കുണ്ടാക്കാനും പിന്നെ പിണങ്ങിയിരിക്കാനും എന്നുള്ള സമയമില്ല. സോ നോട്ട് ടു ഗോ ഫോർ ദാറ്റ്. ആവറേജ് 70 വയസ്സ് ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ 25,550 ദിവസമേ ഉള്ളൂ. ദിവസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു കളിക്കും. 70 വയസ്സ്, ഇനി എനിക്കൊക്കെ 10 വർഷം, 10,365, 3,650 ദിവസം ഇനിയുള്ളൂ. എല്ലാവരും തീരും അല്ലേ? അച്ഛനൊക്കെ ഒത്തിരി വർഷമുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന വിശ്വാസം പേർക്ക് ഒരു 2,500, 1,500, 1000, 500 ഒക്കെ ഉള്ളൂ ദിവസം. അതിനിടയ്ക്ക് there is no time to hate. ഇതാണ് ബുദ്ധ ഫിലോസഫി. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ചെയ്യാറുണ്ട്, ആർക്കെല്ലാം നന്മ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം പിന്നെ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ഈ വേൾഡിന്, ബട്ട് യു ഹാവ് നോ ടൈം ടു ഹേറ്റ്. അതാണ് പറയുന്നത്, ബിക്കോസ് ദ ലൈഫ് ഈസ് ടു ഷോർട്ട്. രണ്ടാമത്തത്, ഡോണ്ട് കമ്പയർ. നിങ്ങൾക്ക് മോഹൻലാൽ ആവാൻ പറ്റില്ല. മോഹൻലാലിന് എവിടെ ചെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഫാൻസിനെ കൊണ്ട്. നമ്മൾ ഇറങ്ങി ഒരു പട്ടിയും കാണത്തില്ല അവിടെ, അല്ലേ? ഒരാൾ നിൽക്കാൻ പറഞ്ഞാൽ അവനും പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമുക്കൊരു വല്ലാത്ത അസൂയ തോന്നും, അല്ലേ? എന്തൊരു അയാൾ അനുഭവിക്കുന്ന പാടായക്കറിയാം. കഴിഞ്ഞ ദിവസം മൈക്ക് കൊണ്ട് ഒരുത്തും തലക്കിട്ടണം കൊടുത്തു ഈ തെക്കും തിരക്കിൻ്റെ ഇടയ്ക്ക്. യേശുദാസൊക്കെ ഫ്ലോറിഡയിൽ പോയി താമസിക്കുന്നതിന്റെ കാരണം പുള്ളി പറഞ്ഞ എന്താ, എനിക്ക് സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഫ്രീഡം നഷ്ടപ്പെട്ടു. ഫെയിം വന്നു കഴിയുമ്പോഴത്തേക്ക്, സെലിബ്രിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് പുറത്തോട്ടിറങ്ങാൻ നിവൃത്തിയില്ല. ഇതിപ്പോ ഒരു ഗതികേടുണ്ടോ എന്നാലും ചോദിക്കും. നമ്മൾ മുണ്ടും മടക്കി കുത്തി ഉടുപ്പില്ല വഴി കൂടെ പോയാൽ ഒരുത്തരം ചോദിക്കത്തില്ല, ആരാ പോകുന്നൊന്നും ആരും ചോദിക്കാനാ. മറ്റവർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങി കഴിഞ്ഞാൽ പോകെ കൂടുന്ന ലക്ഷക്കണക്കിന് ആള് മടുത്ത് ജീവിതം ആത്മഹത്യ എന്ന് പറയുന്ന അവസ്ഥ വരും. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം. ആ തുടക്കത്തിലേ ഒരു സുഖമുള്ളൂ. തുടക്കത്തിലൊക്കെ ആളുകളൊക്കെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു രസമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അതും എന്താണ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്ലഷർ. അത് പ്ലഷറാണെന്ന് തിരിച്ചറിയും. ഒരു നല്ല രസകരമായ കഥയുണ്ട്. ഞാൻ ഈ സമയക്കുറവായതുകൊണ്ട് സ്പീഡ് പറഞ്ഞു പോകുന്നത്. ഒരു ദിവസം കേട്ടോണേ, ഒരു ദിവസം ഈ മോഹൻലാലൊക്കെ സിനിമയിൽ ഇങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂവൊക്കെ ഭയങ്കര ഫേമസ് ആയി 3-4 സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രിയദർശനും മോഹൻലാലും കൂടെ ഈ പാലക്കാട് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കാറിൽ വരിക. രാത്രി വരുമ്പോഴത്തേക്ക് ഒരാൾ വഴി ഒന്ന് കൈ കാണിച്ചു. അപ്പൊ ബാക്ക് സീറ്റിൽ പ്രിയദർശനും മോഹൻലാലും ഉള്ളൂ. അപ്പോൾ ഒരാൾ വഴിക്കൊന്ന് കൈ കാണിച്ചു. ഫ്രണ്ടിൽ ആരുണ്ട്, ഈ മണിയമ്പിള്ള രാജു, അങ്ങനെ ആരാണ്ട് ഇരിപ്പുണ്ട്. നല്ല മഴയുണ്ട്. അപ്പോൾ കൈ കാണിച്ചപ്പോഴത്തേക്ക് മോഹൻലാൽ അപ്പം ഇത്തിരി സിനിമയിലൊക്കെ ഫെയിമായിട്ട് ഇച്ചിരി ജാടയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്ന സിനിമയാണ്, സൂപ്പർ സ്റ്റാറൊക്കെ ആയി വരുന്ന സിനിമ. അപ്പോൾ കൈ കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ മണിയമ്പിള്ള അയാളെ കൂടെ കേട്ടല്ലേ, എന്ത് മഴയത്ത് നനയുണ്ട് പാവം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മോഹൻലാൽ തന്നെ വന്നല്ലേ, വണ്ടി വിട്ടുപോകും, ഇത് കയറ്റൊന്നും വേണ്ട ഇവിടെ, അപ്പം ആരാന്നും അറിയത്തില്ല എന്നൊക്കെ പറയാം. അവസാനം എല്ലാവരും കൂടെ കോമൺ പൈസ അയാളെ കയറ്റി. ആൾ കയറി സൈഡിൽ ഇരുന്ന് ഒരു 10-100 കിലോമീറ്റർ ഇവരോടെ യാത്ര തിരിച്ചു വന്നു. വർത്താനമൊക്കെ പറഞ്ഞ് വന്ന് ഇറങ്ങിപ്പോയി. ആളൊന്നും ചോദിച്ചില്ല ആരടുത്തിരിക്കുന്നതൊക്കെ. അപ്പം ഈ പ്രിയദർശനം ചോദിച്ചു, ലാലേ ഒരു കാര്യം നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. എന്താ, ഒന്നും മനസ്സിലായില്ല. ഇവിടെ നിന്റെ അടുത്തിരുന്നത് ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ്. അയാൾ നിന്റെ സിനിമ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ വിചാരം നീ വലിയ നടനാണല്ലോ, ഇത്രയും ദൂരം നിന്നോട് സഞ്ചരിച്ചിട്ട്
നിന്നെ മനസ്സിലായില്ലെങ്കിൽ ഈ വലിയ നടനൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മോഹൻലാലിന്റെ ജീവിതത്തിൽ വലിയൊരു അയ്യോപ്പണതായിപ്പോയി. എനിക്കിത് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാന്ന് പറയാം. കാരണം നമുക്ക് ഇച്ചിരി ഒരു ഇത് കിട്ടിക്കഴിയുമ്പോൾ, റെസ്പെക്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സംതിങ് ആണ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ രണ്ടാമത്തെ റൂള്, ഡോണ്ട് കമ്പയർ. നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളാകുക എന്ന് അവർ പറയുന്നതാണ്. ട്രൈ ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ്. ഹൗ മച്ച് പോളിഷ് യു ക്യാൻ. നിങ്ങളെ തന്നെ പോളിഷ് ചെയ്ത് എത്ര ബെറ്റർ ആക്കാൻ പറ്റും. എനിക്ക് എന്തൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റും, മാക്സിമം എനിക്ക് എവിടെ വരെ പോകാൻ പറ്റും. അബ്ദുൽ കലാമിന്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അബ്ദുൽ കലാമിന് ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു. എല്ലാവരും വായിച്ചിട്ടുള്ളതൊക്കെയാണ്. അഗ്നിച്ചിറകൾ, പിന്നെ അതുപോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പറയുന്നത്. ഒരു പൈലറ്റ് ആകുക, ഇങ്ങനെ ഈ പ്ലെയിൻ പോകുമ്പോൾ നോക്കി നിൽക്കും, എനിക്കൊരു പൈലറ്റാണോ, അങ്ങനെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം പഠിച്ചു. അവിടെ കപ്പലിന്റെ വീട്ടിൽ നടന്നൊരു പയ്യനാണ്, ആൾക്കറിയാമല്ലോ, തമിഴ്നാട്ടിൽ. പഠിച്ചു വന്നു. ആദ്യത്തെ ഡിഫൻസ് ഇതിന്റെ പൈലറ്റുമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു ടെസ്റ്റിന് പോയി. 6 പേരെ, 5 വേക്കൻസി ഉണ്ട്, 6 പേരുണ്ട്. 6 പേര് ഇന്റർവ്യൂവിന് പോയി. അബ്ദുൽ കലാം മാത്രം പുറത്തു പോയി. 5 പേരെയും തെരഞ്ഞെടുത്തു. അങ്ങനെ പൈലറ്റ് ആവാൻ പറ്റിയില്ല. അബ്ദുൽ കലാം ഒന്ന് മനസ്സിൽ ഉറച്ചു, ഈ കുന്തം ഒരു ദിവസം എങ്ങനെങ്കിലും പറപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിച്ചു. അങ്ങനെ പഠിച്ച് DRDOയുടെ ഡയറക്ടറായി, ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. അതിന് ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹം വിളിച്ചിട്ട്. ഇവിടെ ISR റെയിൽവേ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് DRDOയുടെ തലവനാക്കി. അതിനുശേഷം ഇന്ത്യൻ പ്രസിഡന്റായി. ഇന്ത്യൻ പ്രസിഡന്റ് അയച്ചെന്ന് കസേരയിരുന്ന ആദ്യ ദിവസം പുള്ളി സർവ്വ സൈന്യാസിനെ വിളിച്ചു. ബായുടെ ആ പ്ലെയിനെല്ലാം ഇങ്ങോട്ട് നിർത്തിയിട്ടെ കാണട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ എയർഫോഴ്സിൽ എന്തെങ്കിലും F-16 എന്താ പറയുന്നത്, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ജഗ്വാർ ഇത് കൊണ്ടിടാൻ പറഞ്ഞു. എനിക്ക് ഇതൊന്നും ഓടിക്കണം. സർക്കറിയാം, ഒരു പ്രശ്നമില്ല. അടുത്ത 30 മണിക്കൂർ ട്രെയിനിങ്. സർവ്വസൈന്യാധിപനാണ്. പുള്ളി പറഞ്ഞ കേൾക്കായിരിക്കും പറ്റും. പ്ലെയിനല്ല, കപ്പൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ തോട് വെട്ടിക്കൊണ്ടുവരും അല്ലേ. എന്നിട്ട് പുള്ളി അതേ കയറി 30 മണിക്കൂർ 300 മണിക്കൂർ പരിശ്രമം കഴിഞ്ഞ് സ്വന്തമായിട്ട് ഓടിച്ചു പോയി. F-16 പറത്തി. ഒരു മനുഷ്യന്റെ ആർജവം എന്ന് പറയുന്ന ആലോചിക്കുക. വർത്താനം പറഞ്ഞാൽ കൊഞ്ഞ പറയുന്നതിരിക്കും, തിരിയത്തില്ല. കണ്ടാൽ ഒരു വികൃത മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ഒരു പേഴ്സണാലിറ്റി ഇല്ല. മമ്മൂട്ടിയെ പെടുന്നതല്ല ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ കുട്ടു വിറ്റു. അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് പ്രസിഡന്റുമായിട്ടുള്ള ഒരാളായി നിലനിൽക്കുന്നു, മനുഷ്യ സ്നേഹിയായിട്ടുണ്ട്. അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ വസതിയിൽ ചാർജെടുക്കുമ്പോഴത്തേക്ക് അവിടെ ഈ പ്രസിഡന്റിന്റെ ചെരുപ്പ് തൂക്കുന്ന ഒരാളുണ്ട്, ഒരു ജോലിക്കാരനുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇനി നാളെ തൊട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് ഞാൻ തന്നെ തൂത്തോളാം, നീ എൻ്റെ ചെരുപ്പ് തൂക്കണ്ട, അതെനിക്കൊരു ശരിയാവത്തില്ല. അപ്പം പറഞ്ഞു, സാറ് വന്ന് പ്രസിഡന്റായപ്പോൾ എൻ്റെ പണി പോയി. അല്ല, നീ അങ്ങനെ വിഷമിക്കണ്ട, നിന്നെ അവിടെ കിച്ചണിൽ എവിടെ പണി പണിയായിരുന്നു. അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഈ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന അന്ന് പുള്ളി പോകാൻ നേരത്തെ തിരിച്ചു പറഞ്ഞു, എടാ നിന്നെ പഴയ പോസ്റ്റിലേക്ക് ഞാൻ നിയമിച്ചിരിക്കുന്നു, നീ നാളെ തൊട്ട് വരുന്ന പ്രസിഡന്റിന്റെ ചെരുപ്പ് തൂത്തു, ഞാൻ പോവാ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പറയാം, സാറിന്റെ പണി പോയപ്പോൾ എനിക്ക് എന്റെ പണി തിരിച്ചു കിട്ടി. പ്രസിഡന്റ് സ്ഥാനം പോയപ്പോഴത്തേക്ക് അവന്റെ പണി തിരിച്ചു കിട്ടി. അതുപോലെ ജീവിച്ച മനുഷ്യരെ. എന്നിട്ട് പുള്ളി അവിടെ മുഴുവൻ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാല് പൊക്കി ചവിട്ടിയെ പോയത്. കാരണം ഇവിടുന്ന് ഒരു തരി മണല് പോലും ഞാൻ വീട്ടിൽ കൊണ്ടുപോകരുത്. ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കും, ഒരു തരി മണല് പോലും വീട്ടിൽ കൊണ്ടുപോകരുത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ $28 ലക്ഷം എന്നാണ് ഒരു മാർപ്പാപ്പയുടെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ തുല്യമായ സാലറിയാണ് പോപ്പിന്റെ സാലറി എന്ന് പറയുന്നത്. പോപ്പിന്റെ സാലറി അദ്ദേഹത്തിന് വേണമെങ്കിൽ മേടിക്കാതിരിക്കാം. ഈ കഴിഞ്ഞ നമ്മുടെ തൊട്ട് മുമ്പത്തെ മാർപ്പാപ്പ ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ മേടിക്കുമല്ലോ നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് അബ്ദുൽ കലാം ഒരു രൂപ മാത്രമാണ് ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നത്. 1 രൂപ. എന്തുകൊണ്ടാണ്? 1 രൂപ മേടിക്കാതെ ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തില്ല. 1 രൂപ ശമ്പളം മേടിച്ചിട്ട് ഒപ്പിടണം, ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇതാണ് മിനിമലിസം. 28 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും 2 ലക്ഷം രൂപ കൂടാക്കിയത് 30 ആക്കാനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കും. നമ്മൾ അങ്ങനെയാണ് മനുഷ്യർ ചിന്തിക്കുന്നത് അല്ലേ. 28 ലക്ഷം രൂപ പൊട്ടന്മാർ വേണമെന്ന് വയ്ക്കും ആരെങ്കിലും. എത്ര വർഷമാണ്? അതാണ് നമ്മുടെ. അപ്പൊ രണ്ടാമത്, ഡോണ്ട് കമ്പയർ. നിങ്ങൾക്ക് നിങ്ങളാവാനേ പറ്റും, നമുക്ക് നമ്മളാവാനേ പറ്റും. ബിക്കോസ് യു ഹാവ് ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് മാറുക. മൂന്നാമത്തത്, ഡോണ്ട് വറി എന്നാണ് പറയുന്നത്. ഡോണ്ട് വറി. The day when you stop your worries, then the new life is started. എന്നാണ് നിങ്ങൾ വറീസ് നിർത്തുന്നത്, അന്ന് നിങ്ങൾ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. അതിന് വേറൊരു തിയറിയും കൂടെ പറയുന്നത്. അപ്പൊ ഈ 3 എണ്ണമാണ് നമ്മുടെ ഈ ബുദ്ധ ഫിലോസഫിയിൽ പറയുന്നത്. ഈ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരിക്കലും നമ്മൾ പാസ്റ്റിൽ ജീവിക്കരുത്.
പാസ്റ്റിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രമേ പാടുള്ളൂ. കാരണം നമുക്ക് ഒരു കാരണവശാലും പാസ്റ്റ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണ്. നമുക്കൊരു 5 പോയിന്റ് ഉണ്ടെങ്കിൽ 5 പോയിന്റുകൾ നമ്മൾ മനനം ചെയ്ത് മനസ്സിലിട്ട്, അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ഡിവൈനിൽ കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ പോകും, ഞാനോട് ചോദിക്കും ഇതിനെന്തിനാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്നിട്ടിരിക്കുന്നത്? ഡിവൈൻ പ്രാർത്ഥനാ കേന്ദ്രം എന്നല്ലല്ലോ പേര്. അല്ലെങ്കിൽ അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ ധാരാളം നമ്മുടെ സ്ഥലങ്ങളിലുണ്ട്, ആശ്രമങ്ങൾ ധാരാളമുണ്ട്. എന്താ വാട്ട് ഇസ് ദ ഡിഫറൻസ്? അവർക്കത് അറിഞ്ഞൂടാ. എന്താണ് ധ്യാനവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം? ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പ്രാർത്ഥന എന്താ പറയുന്നത്? ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഈശ്വരമ്പുരാനെ എനിക്ക് എൻ്റെ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് കിട്ടണേ, മോൾക്ക് നല്ലൊരു പയ്യനെ എവിടെന്നെങ്കിലും കിട്ടണേ, ഇതെല്ലാം ആരുടെ പണിയാണ്? പുള്ളിയുടെ പണിയാണ്. ഈശോ അവിടെ ഇരുന്നിട്ട് ബ്യൂറോയിൽ പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എല്ലാ സംവിധാനമൊക്കെ അവിടെ ഉണ്ടാവും. എല്ലാം നമ്മൾ ഏൽപ്പിക്കുക അങ്ങോട്ട്. നല്ല ജോലി കിട്ടണേ, അസുഖം വരല്ലേ, ഇതൊക്കെ ആരും നോക്കണം? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നോക്കണം അല്ലേ? ശബരിമല പോണവനല്ലേ നമ്മൾ, അതിനല്ലേ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ പോണവനെ, എല്ലാ മതവിഭാഗനും പ്രാർത്ഥിക്കാൻ പോകുന്നതിനാണ് നമുക്ക് നല്ലതിന് വേണ്ടി. ഹിന്ദു ഫിലോസഫിയിൽ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകം മുഴുവൻ നന്നായിരിക്കണേ എന്നായിരിക്കും നിന്റെ പ്രാർത്ഥന എന്നാണ്. വേറെ ഒരു പ്രാർത്ഥനയില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നത്. ധ്യാനം അതല്ല. ഈശോ കുരിശുമരണത്തിന് പൊതു വേദിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 40 ദിവസം പോയി പ്രാർത്ഥിച്ചു, രാവും പകലും. ഇത് ഇറങ്ങി വന്നപ്പോഴാണ് സാത്താൻ പരീക്ഷയൊക്കെ. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ കണ്ണാടി തിരിച്ചു വയ്ക്കുക. ദ റിഫ്ലക്റ്റിംഗ് മിറർ. ഞാനീ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. എൻ്റെ ഉള്ളിൽ ഹേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, അത് എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് തൊട്ടടുത്ത ആളിനോട് വിരോധമുണ്ടോ, എൻ്റെ സുഹൃത്ത് ആരോടെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീ നിന്റെ അടുത്ത ഒരു മനുഷ്യനുമായിട്ട് സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് പറയുന്നത്. അത് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കൺസെപ്റ്റായിട്ട് നമ്മൾ എടുക്കാം. പിന്നെ അത് പറയില്ല. പിന്നെ ഹാപ്പിനെസ്സിന് വേണ്ടി പറയുന്ന ബുദ്ധിസത്തിൽ തന്നെ പറയുന്ന വേറെ 2-3 പോയിന്റുകൾ കൂടി ഞാൻ പറയാം. അതെല്ലാം ഞാൻ എക്സ്ട്രീമിലിഫൈ ചെയ്ത് പെട്ടെന്നപ്പോഴത്തേക്ക് നമ്മുടെ സമയം തീരും. നിങ്ങളൊക്കെ അക്ഷമരെ കാത്തിരിക്കുകയാണ്. ബുദ്ധിസത്തിൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഇതെനിക്ക് കുറച്ച് വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ്. അത് പറയുന്ന ഒരു സെറ്റ് ഓഫ് സംഭവമാണ്. അക്സെപ്റ്റ് ദ റിയാലിറ്റി. നമ്പർ 1. അത് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സംഭവമാണ്. നമുക്കിപ്പോൾ ഒരു മരണം സംഭവിച്ചു, നമുക്കിപ്പോൾ ഒരു അപകടം സംഭവിച്ചു, ഒരു തോൽവി സംഭവിച്ചു, നമ്മൾ ഉടനെ തന്നെ ഡിപ്രസ്ഡ് ആവും അല്ലേ? ഒരു ഡിപ്രഷന്റെയും കാര്യമില്ല. കാരണം നമ്മൾക്ക് ഇതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്ന കാര്യമില്ല. ഒരു തോൽവികളും നിലനിൽക്കുന്നതല്ല. അടുത്ത വിജയത്തോടെ ഈ തോൽവി എല്ലാവരും മറക്കും. പക്ഷെ നമുക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. സൈക്കോളജിക്കലി നമുക്കത് അറിയാമെങ്കിൽ ഇതൊരു തോൽവിയല്ല, ഇത് അടുത്ത വിജയം വരെയുള്ള ഒരു സ്പാനാണ്. ഈ ലോകത്ത് ജനിക്കുന്നവരെല്ലാം മരിക്കും. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിലർ പറയും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു, അയാൾ മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു. അപ്പോഴത്തെ തെമ്മാടിയാക്കുന്നവരത്തന്നെ അവനെ ദുഷ്ടനെ ദൈവം പല പോലെ വളർത്തുന്നു എന്ന് നമ്മൾ പറയും. ഇതൊന്നും തമ്മിൽ പൂർവാപര ബന്ധമില്ല. കാരണം ഇതൊക്കെ നമ്മൾ വേർഡ്ലി ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്റെ